ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ. ഈ കാണുന്ന 2 പാൻ നമുക്ക് വേണം ഈ ബട്ടർ ചിക്കൻ തയ്യാറാക്കാനായിട്ട്. പിന്നെ ഇവിടെ കാണുന്ന 2 ടൊമാറ്റോ, പിന്നെ നമ്മളിവിടെ ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ. നമ്മൾ മഞ്ഞളും മുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചു. പിന്നെ നിങ്ങൾ കണ്ടത് മസാലയാണ്, ആ ഒരു മാജിക് മസാലയാണ് അവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ കുറച്ച് ബട്ടർ, അതിൽ നിന്ന് ഒരു 1/3 എടുത്തിട്ട് നമ്മളിട്ട് അതിൽ നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ എല്ലാം കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ പറയാം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബട്ടർ ചിക്കനെയും കാണുന്നത്. അത് ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ചാൽ, നമ്മൾ സ്വയം ഇത് തയ്യാറാക്കുമ്പം നമ്മളെ വീട്ടിലുള്ള മിക്സ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലേ. അതായത് ബട്ടർ, ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കൂടെ നമ്മൾ ഇട്ടാണ് ചെയ്യുന്നത്. പിന്നെ ക്രീം, പിന്നെ ഇതിന് വേണ്ട എല്ലാം കൂടെ നമ്മൾ ഉള്ളി, ടൊമാറ്റോ, ഇതിപ്പോൾ ടൊമാറ്റോ 2 ടൊമാറ്റോ നമ്മൾ ജാറിൽ അരച്ചെടുക്കുക. ഇതിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഈ ഒരു മിക്സ് ഇപ്പോൾ 2 ടൊമാറ്റോ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ഒരു പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഈ ടൊമാറ്റോ മിക്സ് ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഈ 2 ടൊമാറ്റോ അരച്ചെടുത്തതാണ്. ഇത് നന്നായിട്ട് എണ്ണ തിളയുന്നിടം വരെ ഇത് നന്നായിട്ട് നമ്മൾ പാകപ്പെടുത്തി എടുക്കണം. അതായത് സ്റ്റൗവിൽ നമ്മൾ അടുപ്പത്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി, മീഡിയം ഫ്ലെയിമിൽ. ഒരടുപ്പിൽ നമ്മൾ ചിക്കനെ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, ടെക്സ്ചർ എങ്ങനെ വേണമെന്നുള്ളത്. നമ്മളിവിടെ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യല്ല, സാധാരണ അതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കുമ്പോൾ കണ്ടില്ല, ഈ രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി അതിൻ്റെ അനുസരിച്ചിട്ടുള്ള മസാലയും വേണം. ഇവിടെ ഇപ്പം നമ്മൾ ഈ ഇതിനാണ് ഒരു പാക്കറ്റ് പിന്നെ സുഹാന മസാല വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു മസാല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റ് ബിഗ് ബസാറിൽ മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ എവിടെയും കിട്ടത്തില്ല കേട്ടോ. ഞാൻ നോക്കിയെടുത്തോളൂ, എനിക്കിനി അറിഞ്ഞുകൂടാ, നമ്മൾ ലുലുലൊന്നും ഇല്ല. കാര്യം അവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഈ ബട്ടർ ചിക്കൻ ഇതിൻ്റെ മിക്സ് എങ്ങനെ ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അതുപോലെ ഒന്നും ടേസ്റ്റ് വരില്ല. ഇപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കപ്പിൽ 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ഇത് പശു പാലാണ്. 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതാണ് ബട്ടർ ചിക്കൻ മിക്സ് സുഹാന. ഇത് ബിഗ് ബസാറിലാണ് ഇത് വില 40-50 രൂപയേ ഉള്ളൂ. ഇതിപ്പോൾ 400-500 ഗ്രാമിൻ്റെ ചിക്കൻ ഇത് മതി. ഇപ്പോൾ 1 കിലോ എടുക്കണമെങ്കിൽ ഇതുപോലെ 2 കവർ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ ഈ 1 കപ്പ് പാലും അതേപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഈ മിക്സ് നമ്മൾ നന്നായിട്ട് കട്ടയെല്ലാം ഉടച്ച് നല്ല പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മുടെ ടൊമാറ്റോ ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അതിലോട്ട് ഒഴിക്കുക. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ അതിഗംഭീരം. ബട്ടർ ചിക്കൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും വെല്ലുന്ന ടേസ്റ്റാണ്. ഇതിലെല്ലാം ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിലിടുന്നത് ഉലുവ ഇലയും മല്ലിയിലയും മാത്രമാണ്. അതൊന്ന് പിന്നെ ചെറുതായിട്ട് ഞുറുക്കി നമ്മൾ ലാസ്റ്റിൽ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ക്രീം ഒഴിക്കാം. പക്ഷെ നമുക്ക് ക്രീം ഇഷ്ടമില്ല, എനിക്കിഷ്ടമില്ല, ഞാൻ ഒഴിക്കത്തില്ല. അതാണ് കുറച്ചും കൂടെ. ഇതാണ് നമ്മളെടുത്ത ഉലുവയിലയും മല്ലിയിലയും. അപ്പോൾ ഇത് ഇവിടെ ഒഴിച്ച് നന്നായിട്ട് അതിനെ തിളപ്പിക്കണേ. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ല തിള വരുമ്പോൾ അത് നന്നായി കുറുകി വരും. അപ്പോഴാണ് നമ്മൾ ഈ ചിക്കൻ ഇതിലോട്ട് ഇടുന്നത്. നല്ല പാകമാകുമ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ ഇതിലോട്ട് അങ്ങ് ഇടുകയാണ്. അപ്പോൾ ഇത് ബോൺലെസ് ആണ് എപ്പോഴും നല്ലൊരു ബട്ടർ ചിക്കൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബോൺലെസ് ചിക്കനെ നമ്മൾ ബട്ടറിൽ ഫ്രൈ ചെയ്ത് ഇപ്പോൾ ഈ മിക്സിൽ നമ്മൾ ഇടുകയാണ്. ഇനി നമ്മളിതിൽ ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ച് വന്ന് അത് ഇതിൻ്റെ ഗ്രേവി ഒന്ന് കുറച്ച് തിക്കാവും, നല്ല കട്ടിയാവും. അത് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ടെക്സ്ചർ നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല മണമാണ്. ഇനി നമ്മൾ ഈ പൊടിച്ച ഈ മല്ലിച്ചപ്പും നമ്മുടെ ഈ ഉലുവയിലയും കൂടിയൊക്കെ ഞുറുക്കി ഇതിലിടുന്നതാണ് ഫൈനലി ചെയ്യുന്നത്. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ. അങ്ങനെ തിളച്ച് ഇപ്പോൾ കണ്ടില്ലേ, ഒരു മഞ്ഞ കളറല്ല, ഒരു ബ്രൗൺ കളറായി വരികയാണ്. അതിൻ്റെ മിക്സറിൻ്റെ ആ ഒരു പൊടിയുടെ ഒരു ഗുണമാണത്. അത്രയും നല്ല പിന്നെ മിക്സാണത്. നല്ല ചിലവ് പോകുന്ന മിക്സാണ്. ആ ഒരു പാക്കറ്റ് വന്നാൽ ഉടനെ ആൾക്കാരത് വാങ്ങിക്കുകയാണ്. അത് കിട്ടത്തില്ല. ബിഗ് ബസാറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.
ഒരിക്കലെങ്കിലും നിങ്ങൾ വാങ്ങിച്ചത് ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് തോന്നും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ 1 കിലോ ചിക്കൻ വാങ്ങിച്ച് പിന്നെ ഇതുപോലെ 2 കവറും വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് വേറെ ഒരു തലവേദനയില്ല. ഇത് മിക്സ് ചെയ്യുന്നെന്നോ എടുക്കുന്നെന്നോ അതിൻ്റെ പാകത്തിനതാകുമെന്നോ. ഇപ്പോൾ നന്നായിട്ട് എല്ലാം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു സെർവിങ് ഡിഷിലോട്ട് ഞാനിത് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. സൂപ്പറാണ്, സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.